ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു കേക്ക് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് സാധാ നമ്മുടെ വീട്ടിലുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ കുക്കറോ ഒന്നും തന്നെ വേണ്ട. പിന്നെ ഈ ഒരു കേക്കിൽ ഞാൻ മുട്ടൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഈ ഒരു നോയമ്പ് കാലത്തൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കേക്ക് കൂടിയിട്ടാണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം. കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബൗളിൽ ഞാൻ 1/4 കപ്പോളം കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 10 കാഷ്നട്ട് കട്ട് ചെയ്തിട്ടുള്ളതും 5 ബദാം പരിപ്പ് കട്ട് ചെയ്തിട്ടുള്ളതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചെറി കട്ട് ചെയ്തിട്ടുള്ളതും 1/4 കപ്പ് ഈത്തപ്പഴം കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഈത്തപ്പഴം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി വേണമെന്ന് ഒന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു കളറ് ഒരു 1/4 കപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു കേക്കിലേക്കുള്ള പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് പരത്തിയിട്ട് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാര വെച്ച് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇത് തന്നെത്താൻ തന്നെ അങ്ങനെ ഉരുകി വരാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ. നന്നായിട്ടൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് നല്ലോണം തന്നെ കളറൊക്കെ മാറി വരണം കേട്ടോ. ഈ ഒരു പഞ്ചസാര കാരമൽ ചെയ്തതിൻ്റെ കളറാണ് നമ്മുടെ ഈ ഒരു കേക്കിനൊക്കെ കിട്ടുള്ളൂ. നല്ലൊരു കളറായി വരുന്നത് വരയ്ക്ക് വേണ്ട ഈ ഒരു പഞ്ചസാര നമ്മൾ കാരമൽ ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ തന്നെ വേണം ഈ ഒരു കാരമൽ സിറപ്പ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാൻ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം തന്നെ മെൽറ്റായിട്ട് നല്ലോണം തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. 1/2 കപ്പ് പഞ്ചസാരല്ല ഞാനിവിടെ മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തിക്കായ പോലൊക്കെ തോന്നിട്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതൊക്കെ നല്ലോണം തന്നെ മെൽറ്റായിട്ടൊക്കെ വന്നോളും. ഈ ഒരു കാരമൽ സിറപ്പിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കാം. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കണ കേക്കായ കാരണമാണ് കേട്ടോ ഈ ഒരു കാരമൽ സിറപ്പിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുന്നത്. സാധാരണ ഈ ഒരു പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുക വൈന്, വിസ്കി, റമ്മ് അതിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ സോക്ക് ചെയ്തിട്ടൊക്കെ വെക്കാറ്. പിന്നെ ഏതെങ്കിലും ഒരു ജ്യൂസ്, മുന്തിരി ജ്യൂസോ അതല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിലൊക്കെ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കൂടെ റെഡിയാക്കിയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ഓറഞ്ച് ജ്യൂസിൽ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ള കേക്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ, മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കാരമൽ സിറപ്പ് ഒന്ന് വറ്റിയിട്ട് കൂടെ വരണം കേട്ടോ. ഒന്ന് തിക്കായിട്ട് വരുന്നത് വരയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കാരമൽ സിറപ്പ് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ട് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ടിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു കേക്കിലേക്കുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള പഞ്ചസാരയാണ് പൊടിച്ചിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയൊരു ജാറിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു കഷ്ണം പട്ട ഇതുപോലെ പൊടിച്ചിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 ഗ്രാമ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ചുക്കും ചെറിയൊരു കഷ്ണം ജാതിക്ക കട്ട് ചെയ്തിട്ടുള്ളതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇപ്പോൾ ഇതേ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ളത് ആവണം കേട്ടോ. അതിലൊട്ടും വെള്ളം നനവൊന്നും പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഒരു ഓയിലും തൈരൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവണ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് 1 ടീസ്പൂണോളം വാനില എസൻസ് ഒക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് എസൻസ് ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല. നമ്മൾ ആ ഒരു പഞ്ചസാര പൊടിക്കണതിലേക്ക് പട്ടയും ഗ്രാമ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള കാരണം
കേക്കിന് ആ ഒരു ഫ്ലേവർ കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ മുട്ടയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്ന കേക്കാണെങ്കിൽ മാത്രം ഇതിലേക്ക് എസൻസ് ഒക്കെ ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ തൈരും ഓയിലൊക്കെ നല്ലോണം തന്നെ ഞാനിവിടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമാണ് ഇത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പഞ്ചസാരപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മൈദയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് പതുക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു മൈദയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ വേണം കേട്ടോ മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് കരുതിയിട്ട് ഫാസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ കാണിക്കണത്. പക്ഷേ ഞാനിവിടെ പതുക്കെ തന്നെയാണ് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ആ ഒരു സ്പാച്ചിൽ മാറ്റിയിട്ട് ഞാൻ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ വിസ്ക് വെച്ചിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം തന്നെ നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പതുക്കെ ചെയ്താൽ മതി, ഫാസ്റ്റ് ആക്കിയിട്ടൊന്നും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ കേക്ക് ഒട്ടും ശരിയാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ഒക്കെ പോയിട്ടുണ്ട്. ചൂട് തീരെ ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. നല്ലോണം തന്നെ ചൂടാറിന് ശേഷം വേണം ഇത് നമ്മൾ കേക്കിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ ഒരു കാരമൽ സിറപ്പിൽ കിടന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലോണം തന്നെ സോക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു കാരമൽ സിറപ്പ് കുറച്ച് ഇങ്ങനെ തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോഴേക്കും അത് ഇങ്ങനെ ലൂസായിട്ടൊക്കെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ള പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോകുകയൊന്നും ചെയ്യരുത്. പ്ലം കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഈ ഒരു പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള കേക്ക് ടിന്നൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് നടുവിൽ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലും കൂടെ ഈ ഒരു കേക്ക് ടിൻ്റെ സൈഡിലും കൂടെ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനത് വെച്ച് കൊടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ സൈഡ് ഭാഗം ഒന്നും ഹാർഡായിട്ടൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിട്ടുപോയതാണ് സൈഡ് ഭാഗത്തൊക്കെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാവുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഏറ്റ അടിയിലൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നടുവിലായിട്ട് മാത്രം കിടക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്യണത്. അവസാനം ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് അലങ്കരിച്ച് കൂടെ വെക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ. ചൂട് കട്ടിയായിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അത് നല്ലോണം തന്നെ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറോളം നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പ്ലം കേക്ക് ആയ കാരണം കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്കിത് ബേക്കായിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഓരോ അടുപ്പിൻ്റെ ചൂടിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് കിട്ടുന്നതിൻ്റെ ആ ഒരു ടൈമൊക്കെ. എനിക്കിതിവിടെ ഒരു 50 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ബേക്കായിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ അടുപ്പിൻ്റെയും ചൂടിനൊക്കെ അനുസരിച്ചിട്ട് ഇത് ബേക്ക് ചെയ്തിട്ട് കിട്ടേണ്ട ആ ഒരു ടൈമിലൊക്കെ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ കരിഞ്ഞ് പോകാണ്ടൊക്കെ നോക്കണം കേട്ടോ. ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കൊക്കെ തുറന്നിട്ടൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാം കേട്ടോ. എന്നിട്ടിത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് എടുക്കാം. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്